ഈ കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്തത്? ആരൊക്കെയാണ് അതിന് സഹായകരമായ നിലപാടെടുത്ത് ഈ ഉദ്യോഗസ്ഥരോടൊപ്പം നിന്നത്? വാഹനങ്ങൾ മാറ്റാൻ, ചായക്കടകളിൽ നിന്നുള്ള സിലിണ്ടറുകൾ മാറ്റാൻ, ആളുകളെ പരമാവധി മാറ്റാൻ എങ്ങനെയൊക്കെയാണ് ആ ഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് സാധിച്ചത്? അഖില, കേൾക്കാമോ? അതായത് ഏകോപനെ സംബന്ധിച്ച് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ, മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഏകോപനം എന്ന് പറയുന്നത് ആദ്യം തന്നെ ആളുകളെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം തന്നെ വലിയ രീതിയിലുണ്ടായിരുന്ന അപകടങ്ങൾ ഒഴിവാക്കി. കാരണം കോൺഗ്രസിനുള്ള ഭൂരിഭാഗം പേരെയും ഒഴിപ്പിക്കാൻ സാധിച്ചു. ഏറ്റവും ആദ്യം സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, താഴത്തെ നിലയിലായിട്ട് 4ഓളം ബേക്കറികളും ജ്യൂസ് കടകളുമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ LPG ഉൾപ്പെടെയുള്ള വാതകങ്ങളുണ്ട്. ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള വാതകമാണ് LPG എന്ന് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും ആദ്യമായി മാറ്റുന്നത് അതാണ്. കാരണം അത് പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. കാരണം അതുകൊണ്ട് തന്നെ അതെല്ലാം ആദ്യം നടപടിയിലേക്കാണ് ഈ താഴത്തെ നിലയിലെ ജീവനക്കാരും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഏകോപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ആദ്യം നടന്നത്. സ്വാഭാവികമായും ആളുകൾ എല്ലാവരും ഒഴിപ്പിച്ചു. കാരണം ഇപ്പോൾ നമുക്കറിയാം ഈ സ്ഥിരമായി ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിൽ വാർത്തകൾ ഇടം നേടുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. മിഠായി തെരുവായാലും ഇത്തരത്തിൽ പുതിയ സ്റ്റാൻഡ് പരിസരം എല്ലാം ആയാലും പലതവണ ഇത്തരത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അപകടം, തീ പടർന്നാലുള്ള ഒരു അപകടം എന്താണ് എന്നത് ആളുകൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ജനങ്ങൾ ആദ്യം തന്നെ ഏറ്റവും ആദ്യം ഏകോപനം സാധ്യമാക്കിയത്. മറ്റൊരു വശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനങ്ങൾ തന്നെ പോലീസിന് വെല്ലുവിളിയാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാഴ്ചക്കാരായിട്ടുള്ള പോലീസിനും ഫയർഫോഴ്സിനും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് പോലും ഒരു പരിധിക്കപ്പുറം പോകുന്നതിന് വിലക്കുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ ഈ ജനങ്ങൾ കാഴ്ചക്കാരായി നിൽക്കുന്നത് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം വലിയ രീതിയിൽ പമ്പ് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജനങ്ങൾ ജീവൻ പരിഗണിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ജീവൻ ഒരു അപകടം ഉണ്ടാകുന്നത് എന്ന് പരിഗണിച്ചാണ് പോലീസ് ഇടപെടലുകൾ നടത്തുന്നത്. പോലീസിന് ഈ പകുതി വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഫയർ എഞ്ചിനുകൾ മാത്രമാണ് നിലവിൽ അങ്ങോട്ട് കടന്നു വരികയും മറ്റും ചെയ്യുന്നത്. വലിയ ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ കയറുകൊണ്ട് സുരക്ഷാ വേലി കെട്ടി നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് അധികൃതർ എന്നുള്ളതാണ്. വെള്ളം നിറയ്ക്കാനുള്ള ടാങ്കറുകളടക്കം, ഈ ഫയർ എഞ്ചിനുകളിലേക്ക് വെള്ളം നിറയ്ക്കാനുള്ള ടാങ്കറുകളടക്കം കടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ 8 മണിയോടടുക്കാൻ പോവുകയാണ്. ഏതാണ്ട് 3 മണിക്കൂർ ആവാൻ പോവുകയാണ് മൊഫീസിലെ തീപിടുത്തം തുടങ്ങിയിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയം 5:06:12, 5 മണി കഴിഞ്ഞ് 6 മിനിറ്റും 12 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളം പിന്നിടുകയാണ്. 2.25 മണിക്കൂർ പിന്നിട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന തീനാളത്തിന്റെ ശക്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് കെട്ടിടങ്ങളിലേക്ക്, സമീപത്തുള്ള കെട്ടിടങ്ങളിലേക്ക് ആളിപ്പടരാതെ നിയന്ത്രിക്കാനുള്ള വലിയ പരിശ്രമമാണ് അവിടെ അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.